റൊസാരിയം വിത്താലെ 2025 ഒക്ടോബർ 30 തിരുസഭ ഔദ്യോഗികമായി അംഗീകരിച്ച പരിശുദ്ധമ്മയുടെ പ്രത്യക്ഷീകരണങ്ങളെക്കുറിച്ചുള്ള ധ്യാന വിചിന്തനത്തിൽ ഇന്ന് നാം കാണുന്നത് ചെക്ക് റിപ്പബ്ലിക്കിലെ ഫിലിപ്സ്ഡോർഫിൽ പരിശുദ്ധമ്മ പ്രത്യേകമായ രീതിയിൽ മഗ്ദലേന കാളെ എന്ന പുണ്യവതിക്ക് പ്രത്യക്ഷപ്പെട്ട് അത്ഭുത രോഗശാന്തി നൽകിയതാണ്. ചെക്ക് റിപ്പബ്ലിക്കിലെ ലൂർദ് എന്നറിയപ്പെടുന്ന ഫിലിപ്സ്ഡോർഫിലെ പ്രത്യക്ഷീകരണം 16-ാം നൂറ്റാണ്ടിൽ ഇറ്റലിയിലെ ലൊറേറ്റ പ്രത്യക്ഷീകരണവുമായി ബന്ധമുണ്ട് എന്ന് പറയുന്നവരുണ്ട്. മഗ്ദലേന എന്ന സാധു പെൺകുട്ടി അനേകം വർഷങ്ങളായി നിരവധി ഗൗരവതരമായ അസുഖങ്ങളാൽ രോഗപീഠ അനുഭവിച്ചിരുന്നു. ഇവൾക്ക് 31 വയസ്സുള്ളപ്പോൾ 1866 നവംബർ 12 അർദ്ധരാത്രി മുതൽ 13 പുലർക്കാലം വരെ ഇവൾക്ക് മാത്രം ദൃശ്യമായ രീതിയിൽ പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട് അത്ഭുത രോഗശാന്തി നൽകി. മകളെ, ഇന്നു മുതൽ നീ സൗഖ്യം പ്രാപിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് തിരുക്കുമാരനിൽ നിന്നും പരിശുദ്ധ അമ്മ രോഗശാന്തി വരം മഗ്ദലേനയ്ക്ക് നൽകി. തുടർന്ന് പല പ്രാവശ്യം പരിശുദ്ധ അമ്മ ഇവിടെ പ്രത്യക്ഷപ്പെട്ട് പലർക്കും രോഗശാന്തി നൽകുകയും ചെയ്തു. ലിയോ 13 പാപ്പ ഈ അത്ഭുതത്തെ സാധൂകരിച്ച് സംസാരിക്കുന്നുണ്ട്. പരിശുദ്ധ അമ്മയെ, രോഗികളുടെ ആരോഗ്യമേ എന്ന് ലൊറേറ്റോ ലുത്തനിയയിൽ പ്രാർത്ഥിക്കുന്നത് അന്വർത്ഥമാക്കുന്ന ഒരത്ഭുതമാണ് മഗ്ദലേന കാളയുടെ രോഗശാന്തി. പുണ്യചരിതനായ ഫ്രാൻസിസ് പാപ്പ രോഗികളുടെ ആരോഗ്യമേ പരിശുദ്ധ അമ്മയെ എന്ന് വിളിച്ച് ആത്മീയ രോഗാവസ്ഥയിലായ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ. ശാരീരികവും ആത്മീയവുമായ രോഗാവസ്ഥയിൽ നമുക്കും ഈ അമ്മയിൽ അഭയം പ്രാപിക്കാം. വിശുദ്ധ കൊച്ചുത്രേസ്യ പുണ്യവതി ചെയ്തതുപോലെ നമ്മുടെ ശാരീരിക ആത്മീയ പ്രയാസങ്ങളിൽ എല്ലാ വേദനകളും ഇല്ലാതാക്കാൻ ശക്തിയുള്ള പരിശുദ്ധ അമ്മയുടെ ഒരു നോട്ടത്തിനായി നമുക്ക് ആഗ്രഹിക്കാം, അപേക്ഷിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. രോഗികളുടെ ആശ്രയമേ, രോഗികളായ എല്ലാവരെയും കാത്തു സംരക്ഷിക്കണമേ. ആവേ മരിയ.